പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ ബ്രഹ്മസ്വം മഠത്തിലെ വേദ പഠന വിദ്യാർത്ഥികളുടെ വേദാർച്ചനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് പോകാം. स्वस्तये स्वस्तय आदित्यासो भवन्तु नः विश्वे देवानो अद्य स्वस्तये वैश्वानरो वसुरग्निः स्वस्तये देवा अवन्तु स्वस्तये स्वस्तिनो रुद्रः त्वं वदा വേദാർച്ചനയിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാഗിനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഗിൻ, നമ്മൾ ആ തത്സമയ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. പ്രധാനമന്ത്രി ബ്രഹ്മസ്വം മഠത്തിലെ വിദ്യാർത്ഥികളുടെ വേദാർച്ചനയിൽ പങ്കെടുക്കുന്ന. ഇനി ഇത് കഴിഞ്ഞ മറ്റെന്തെങ്കിലും ചടങ്ങ് കൂടി ആ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിക്കുണ്ടോ? എപ്പോഴാണ്, കൃത്യം ഏത് സമയം അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരും? എപ്പോഴാണ് കൊച്ചിയിലേക്ക് മടങ്ങുക? ഇനി ആ മടക്കയാത്രയിലും നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു റോഡ് ഷോ ആയിട്ടായിരിക്കുമോ മടങ്ങുക? ഒരുപാട് ആളുകൾ ഇപ്പോഴും പ്രധാനമന്ത്രി മടങ്ങിപ്പോകുന്നത് കാണാൻ വേണ്ടി, അവിടെ പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ റോഡിന്റെ വഴിയോരങ്ങളിൽ കാത്തിരിപ്പുണ്ടോ? അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങും. നമ്മൾ നേരത്തെ കേട്ട വേദപഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വേദപഠന വേദമന്ത്രോച്ചാരണത്തിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ആ വിദ്യാർത്ഥികൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, ഭജന അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഭജനയിലും പ്രധാനമന്ത്രി പങ്കുകൊള്ളും. തുടർന്ന് ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങും. ഏകദേശം 1 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. കേവലം ഒരു ക്ഷേത്ര ദർശനത്തിനൊക്കെ അപ്പുറം ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ നടത്തി, അതോടൊപ്പം തന്നെ ഏറെ നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച് അവിടുത്തെ വേദ അർച്ചനയിൽ പങ്കെടുത്ത് അതോടൊപ്പം തന്നെ ഭജനയിൽ പങ്കുകൊണ്ട് പ്രധാനമന്ത്രി മടങ്ങാൻ പോവുകയാണ്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടൊരു ചടങ്ങിനാണ് തൃപ്രയാർ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് തൃപ്രയാറിലേക്ക് എത്തുന്നത് എന്നത് ആണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതിനുശേഷം പ്രധാനമന്ത്രി ഇനി നേരെ കൊച്ചിയിലേക്ക് പോകും. അവിടെ 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും. അതിനുശേഷം സംഘടനാ പരിപാടിയാണ് ബിജെപിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം. അങ്ങനെ ഈ കേരള സന്ദർശന വേളയിൽ വിവിധ തലത്തിലുള്ള പരിപാടികൾ അദ്ദേഹം നിശ്ചയിക്കപ്പെട്ടു എന്നതും ഇവിടെ എടുത്തു കാണണം. ഒന്ന്, ബിജെപിയുടെ ഇന്നലെ വൈകിട്ട് നടന്ന റോഡ് ഷോയാണ്. നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബിജെപി നേതൃത്വം നടപ്പാക്കിയ ആ റോഡ് ഷോ. അതിനുശേഷം അദ്ദേഹം രാവിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. പ്രധാനമന്ത്രി ഗുരുവായൂരുമായുള്ള ബന്ധം, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷവും അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് വരുന്നു. കാരണം നേരത്തെ ഇവിടുത്തെ ക്ഷേത്രം അധികൃതർ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആ കത്ത് കണ്ട് അത് ക്ഷണമായി തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിലാണ് തൃപ്രയാർ കൂടി അദ്ദേഹത്തിൻ്റെ ഈ റൂട്ട് പ്ലാനിൽ ഉൾപ്പെടുത്തിയത്. അദ്ദേഹം ആ ഒരു ക്ഷേത്ര ദർശനം വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കി.
ഇവിടെ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി അതിൽ പ്രധാനമായും പങ്കെടുക്കുകയാണ്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം, താൻ വ്രതത്തിലാണ് ഈ ദിവസങ്ങളിൽ എന്നതാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ട്. നേരത്തെ ആന്ധ്രയിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ, ഒന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂര്, അതോടൊപ്പം തന്നെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അവിടെയും ദർശനം നടത്തി. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ മടങ്ങും എന്നതാണ് വ്യക്തമാകുന്നത്. ഏറെ ഐതിഹ്യ പെരുമ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. കാരണം കേരളത്തിലെ ഒരു നാലമ്പല ദർശനത്തെക്കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അയോധ്യയിൽ നടന്ന ഒരു ചടങ്ങിൽ അതിന്റെ മഹിമയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നാലമ്പല ദർശനം, രാമായണ മാസത്തിൽ നടത്തുന്ന നാലമ്പല ദർശനം വളരെ പ്രസിദ്ധമാണ്. അത് ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ശ്രീരാമനെ കണ്ട് തൊഴുത് അതിനുശേഷം ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ ഈ 4 മൂർത്തികളെയും തൊഴുത് തിരിച്ച് തൃപ്രയാർ വന്ന് തന്നെ അവസാനിക്കുന്നതാണ് ആ ഒരു ആരാധനാക്രമം. അത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അത് സൂചിപ്പിച്ചിട്ട് അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി കേരളത്തിലേക്കുള്ള സന്ദർശന വേളയിൽ തൃപ്രയാർ ഉൾപ്പെടുത്തി. ഇനി ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം പോകുന്നത് അയോധ്യയിൽ രാംലല്ല അല്ലെങ്കിൽ കുട്ടിരാമനാണ് അവിടെ ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് 22-ാം തീയതി അദ്ദേഹം അവിടെ എത്തുക. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിരുന്നു. അതൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലപ്പാട് ഗ്രൗണ്ടിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഇടത്തൊക്കെ തന്നെ വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്ഷേത്രത്തിൽ, ഈ ഗ്രാമത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്ന ഒക്കെയുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ നിരവധി പേർ വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും അദ്ദേഹം തിരിച്ച് വലപ്പാടെത്തി അവിടെ നിന്നും ഗുരുവായൂരിലേക്ക് പോയി അവിടെ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ക്ഷേത്ര ദർശനം രണ്ടും, ഗുരുവായൂരാണെങ്കിലും തൃപ്രയാറാണെങ്കിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മടങ്ങും. ഭജന കൂടി പൂർത്തിയാക്കി ഇനി പടിഞ്ഞാറേ നടയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് ഇറങ്ങി അതുവഴി നേരെ പോകും. ഇതാണ് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയക്രമം. അതിനുശേഷം ഉച്ചയ്ക്ക് കൊച്ചിയിൽ BJPയുടെ സംഘടനാ പരിപാടിയും ഉണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയുടെ ഭാഗമായി കേരളവും അവരുടെ അജണ്ടയിൽ ഉണ്ട്. ആ കേരളം, ആന്ധ്ര, അതോടൊപ്പം തന്നെ തമിഴ്നാട്, ഈ 3 സ്റ്റേറ്റുകളിലാണ് BJPക്ക് സംഘടനാപരമായി സീറ്റ് വൈസ് അധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്. അവിടെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. 400 സീറ്റാണ് BJP ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലടക്കം സീറ്റ് കിട്ടിയാലേ ആ ലക്ഷ്യത്തിലേക്കൊക്കെ എത്താൻ BJPക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നു എന്നതും എടുത്തു കാണണം. ഈ 2 ചേരുവകൾ, പ്രത്യേകിച്ചും വിശ്വാസവും വികസനവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് BJP വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്യുകയാണ്. അത് എങ്ങനെയായി തീരുമെന്നൊക്കെ ഫലം വരുമ്പോൾ അറിയാം. എന്തായാലും BJP അതിനുവേണ്ടി തുടക്കം മുതലേ ശ്രമിക്കുന്നു എന്നതാണ് എടുത്തു കാണേണ്ടത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഫീൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ 3-ാം തീയതി പ്രധാനമന്ത്രി ഇതേ ജില്ലയിൽ തൃശ്ശൂരിൽ എത്തിയിരുന്നു. ഗുരുവായൂരിൽ അദ്ദേഹം തൃശ്ശൂരിൽ പരിപാടിയിൽ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊട്ടടുത്ത 16-ാം തീയതി അദ്ദേഹം കൊച്ചിയിലെത്തുന്നു. തുടർന്ന് 17-ാം തീയതി തൃശ്ശൂരിലെത്തുന്നു, ഗുരുവായൂരിൽ പോകുന്നു, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു. എല്ലാം ആ രീതിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളായി കണക്കാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നതും ഏറെ പ്രധാനത്തോടെ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. രാഗിനാണ് തൃപ്രയാറിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അദ്ദേഹം വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് തിരിക്കും. അവിടെയും ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ക്ഷേത്ര ദർശനം, തുലാഭാരം, താമര കൊണ്ടുള്ള തുലാഭാരം, പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. 10:15 അവിടേക്ക് എത്തി. അവിടെ അമ്പല ദർശനം, അതിനുശേഷം മീനൂട്ട് വഴിപാട്, പിന്നീട് വേദാർച്ചനയിൽ പങ്കെടുത്തു. അങ്ങനെ നിരവധി ചടങ്ങുകൾക്ക് ഭാഗമായി അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അദ്ദേഹം വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് കാറിൽ വരവേ വലിയ തോതിൽ ആഹ്ലാദാരവങ്ങളുമായി BJP പ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു.
മടങ്ങിപ്പോകുമ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ കാത്തുനിൽപ്പുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടൻ കൂടി ചേരുകയാണ്. ആദിത്യൻ, രാഗിൻ റിപ്പോർട്ട്